ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ മധ്യപ്രദേശിലാണ്, ആൻറ്റിയുടെ വീട്ടിൽ. അവിടെ ഗാർഡൻ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മധ്യപ്രദേശിലെ ഒരു വീട്ടിലെ ചെറിയ ഗാർഡൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കട്ടോ. യെസ് യെസ് ഓക്കെ. കമോൺ, ഇതിൽ വാ വാ, ഓടിയോ. ഫോട്ടോ ഫോട്ടോ നാരങ്ങയാണോ? വാ, എന്താ പറയ, നാരങ്ങയാണോ അത്? ഓക്കെ. ഓ, ഇത് നമ്മുടെ വെള്ളം കുടിക്കുന്ന നാരങ്ങയാണോ? ആ, നല്ല സൂപ്പർ നാരങ്ങ. ഇപ്പോൾ പാകമായിട്ടില്ല അല്ലേ? പകുതിയായിട്ടുള്ളൂ. മറ്റേ പാവയ്ക്ക, ഇത് വേറെ ടൈപ്പ് പാവയ്ക്കുള്ള അല്ലേ? കൊച്ചു പാവയ്ക്ക. ഇത് നെല്ലിമരാണല്ലോ, നെല്ലിക്ക ഉണ്ടാവുന്നത് അല്ലേ? ആ, ഇന്നലെ കണ്ട സാധനം കുവ. ആ, അഭിഷേക് പറഞ്ഞു. ഇന്നലെ നമ്മള് ചായ കുടിക്കാൻ പോയപ്പോ കണ്ടില്ലേ, ബേൽ. ആ, ബേൽ. ആ, മൂന്നില വെച്ച് മൂന്നായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇല എടുത്ത് നുള്ളി അത് പൂജ ചെയ്യും. ബാക്കി ഇതിന്റെ ആ പഴുത്ത് കഴിയുമ്പോണ്ടല്ലോ ഇവര് ചൂട് സമയത്ത് ഇതിന് പിഴിഞ്ഞ പഞ്ചസാര ഇട്ട് എല്ലാം ഇട്ട് ഇളക്കി അരിച്ച് ചൂടുള്ളത് അത് നമ്മുടെ ശരീരം കൊണ്ടുവന്ന് വെക്കാനെ കൊണ്ട് ശ്രമിച്ച് പക്ഷെങ്കില് ഉണങ്ങിപ്പോവും, വെയില് ചൂട് കൂടുതലാവും. പിന്നെ മച്ചാൻ തിരിച്ചിങ്ങോട്ട്. ഓക്കെ, ഇത് കണ്ടോ മുത്തേ, ഇത് ഹാങ്ങിങ്ങിന്റെ അകത്തെ പൂവുണ്ട്. ഇത് നല്ല ചുമന്ന പൂവാ. ഇത് കണ്ട് ഇങ്ങനെ നല്ല പൂവുണ്ടാകും. ഇത് നമ്മൾ റാന്നിന്ന് വരുമ്പോ ഒരു ഇവിടുന്ന് വാങ്ങിയതാ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് പോണതാണല്ലോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ. അതിനാ ഞാൻ മുത്തിനോട് ഞാൻ പറഞ്ഞില്ല ഇതിന്റെ മഞ്ഞ എനിക്ക് വേണമെന്ന്. ഇത് ഇത്രേ ഉണ്ട്, പക്ഷെ മഞ്ഞ എനിക്കില്ല. മഞ്ഞല്ല, എന്റെ ഓറഞ്ച് പോലത്തെ ഉണ്ട്. പക്ഷെ ഞാൻ അങ്കമാലിയിൽ എനിക്ക് നമ്മുടെ വീട്ടിൽ ആ ലോട്ടസ് ഉണ്ട്, ഫ്ലവർ ഒക്കെ ആയിട്ടുണ്ടല്ലോ. ഇത് അവിടുന്ന് കൊണ്ടതാ തൃശ്ശൂർ കഴിഞ്ഞ പ്രാവശ്യം. ആ, അതാണ് ശരിക്കും താമര എന്ന് പറയുന്നത്. താമര. ഇത് ആമ്പൽ എന്ന് പറയും. ഇത് നമ്മുടെ വീട്ടിലുണ്ട്, മലരക്കിൽ നിന്ന് കൊണ്ടുവന്നത്. ഇതിനകത്ത് മീനുണ്ടോ? ഗപ്പി, സ്നെയിലുണ്ട് അതിനകത്ത്. രസമുണ്ട്. ഇത് പല ടൈപ്പ് പായലുകളല്ലേ? ഓക്കെ. ആ, ഓക്കെ ഓക്കെ, അത് ആപ്പിളാ. ശരിയാ. ഇത് നമ്മുടെ ചേമ്പ് എന്ന് പറയും. ആ, മഞ്ഞൾ സൂപ്പറാ. ചേന, കപ്പ. കപ്പ അതാ അതിനൊരു പേരുണ്ടോ, ഗോൾഡൻ ലേഡി. പല വെറൈറ്റി ഉണ്ട്. നാരങ്ങ ഫുള്ള്. എന്തുവാ, തണുപ്പ് സമയമാകുമ്പം ഒരു ഡിസംബർ ഒക്കെ ആകാറാകുമ്പം ഈ കാണുന്ന ഇല മുഴുവനും പ്യൂർ വൈറ്റ് ആവും. ഓക്കെ, പ്യൂർ വൈറ്റ്. അന്നേരം നമ്മൾ മേളിൽ നോക്കിയാലുണ്ടല്ലോ ഇങ്ങനെ നിറഞ്ഞ് പഞ്ഞി വെച്ച് മൂടി വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കും. ഇത് ഈ മരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ പോകുമ്പോൾ ഇതിന്റെ രണ്ടൊന്ന് കമ്പൊടിച്ച് പിന്നെ പെട്ടിക്കകത്ത് വെച്ചോണം. അങ്കമാലിയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പിടിച്ചെങ്കിൽ പിടിച്ചു, ഇല്ലെങ്കിൽ പോട്ടെന്ന്. ഒന്നുമില്ല, ഇതിങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. പക്ഷെങ്കിൽ ആ ഒരു സീസണിൽ വരും, കാണേണ്ടതാണ്. ശരി. നല്ല രസമാണ്. ഇത് ഇഞ്ചി നെല്ലി വാങ്ങിച്ചു വെച്ച, പക്ഷെ ഒരു ഗുണമായില്ല. 2 നെല്ലി വെച്ചു.
ഇത് ഇഞ്ചി, ഇത് കണ്ടോ മറ്റേ ഇഞ്ചി ഇഞ്ചി. ഇത് ഇവിടെ മുമ്പിൽ വെച്ചിരിക്കുകയായിരുന്നു. ഡയറ്റ് കൊക്കി കൊണ്ടുവന്ന് വലുതാ. ഡയറ്റ് കൊണ്ട് നിങ്ങൾ വെച്ചല്ലോ പിടിച്ചു. ഇത് ഇതെല്ലാം ഏതാ ആ മരം അല്ലേ, ചെടി? നമ്മുടെ കടയിൽ ഇരിക്കുന്ന ഇതെല്ലാം. പിന്നെ അവിടുന്ന് എടുത്തുകൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാ ഇതെല്ലാം. നമ്മൾ മറ്റേ പോട്ടിൽ പ്ലാന്റ് ചെയ്യുന്ന സൈഡ് ഇൻഡോർ പ്ലാന്റ് ആണ്. ഇനി ഇത് പണിയാൻ കിടക്കുന്നേ ഉള്ളൂ. ഇത് പിള്ളേർക്ക് താമസിക്കാൻ, കടയിലെ പിള്ളേർക്ക് താമസിക്കാൻ റൂം ഉണ്ടാക്കിയത് അല്ലേ? 2 റൂമുണ്ട്. വീട്ടിലെ പണി നടക്കുന്ന കാരണം പുറകെ വണ്ടി വരാൻ സ്ഥലമില്ല. അത് കാരണം ഇത് വെച്ചേക്കുന്നു. ഇപ്പോൾ ക്ലിയർ ആയ കാരണം ഇനി ഇത് പണി തുടങ്ങുന്നു. ഇതിന്റെ സ്റ്റാഫിന് ഇതിനെ തേക്കണം. അപ്പം മനോജ് ഒരു മുറി കൂടി എടുക്കണം. ഇവിടെ മെയിനായിട്ട് ഈ കട്ട വെച്ചിട്ട് പണിയുന്നത് അല്ലേ, ഇഷ്ടിക എന്ന് പറയും നാട്ടിൽ. ഇനി ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്. ഇതാടാ ഞാൻ പറഞ്ഞു, നമ്മൾ ബിലാസ്പൂരിൽ നിന്ന് വാങ്ങിച്ചിട്ട് മരം. ഞങ്ങള് ബിലാസ്പൂർ പ്രാവശ്യം പോയിട്ട് റോഡിന്റെ സൈഡിലെ നല്ല വയലറ്റ്. ഇത് മഹാഗണി അല്ലേ? മഹാഗണി. തേക്ക് എല്ലാം നാട്ടിലെ പോലെ തന്നെയാ അല്ലേ, മരങ്ങളും കാര്യങ്ങളൊക്കെ. യൂക്കാലിയാണത്. ഇതാണോ ഇഞ്ചിപ്പുല്ല, ഇഞ്ചിപ്പുല്ല്. അയ്യോ, ഞാൻ നാരങ്ങ പിടിച്ചോണ്ട് മണം വരുന്നുണ്ട്. ഉണ്ട്, മണമുണ്ട്, നല്ല മണം. മറ്റേ നമ്മള് തൂക്കത്തില്ലേ, ഹോസ്പിറ്റലിലേക്ക് മണം കേൾക്കത്തില്ലേ, തൂക്കം. ഇത് വാങ്ങിച്ചു വെച്ചതാ, വാങ്ങിച്ചു വെച്ച അത്തിമരം, പ്ലാവ്. ഇത് 2-3 പ്രാവശ്യം ഉണ്ടായി. ഇത് നാട്ടിൽ നിന്ന് തൃശ്ശൂർ വാങ്ങിച്ചിട്ട് വന്ന ബഡ്. ഇതാത്ത നമ്മുടെ നാട്ടിലെ തിളപ്പിച്ച് അത് തീയാവും. ശംഖുപുഷ്പം എന്നാണ് അതിനെ പറയാ. ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടേക്ക് ഈ കളറാവും. നമ്മള് ഇവിടുത്തുകാർ പറയുന്നുണ്ടല്ലോ, ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ ഇതിൽ ഒരു മൂട് വെക്കുന്നത് നല്ലതാണെന്ന്. നമ്മുടെ അങ്കമാലുണ്ടായിരുന്നത് മുരിങ്ങയും പുളിമരം, വാളംപുളി. ഇത് അതാ മുരിങ്ങ ഞാനാ കായ ഉണ്ടായിട്ട് പറക്കാതെ ഉണങ്ങി കിടക്കുന്നു. ഹലോ, ബാ എവിക്കാ. നമ്മളപ്പോൾ ഗാർഡനൊക്കെ കണ്ടു. നല്ല അടിപൊളി കിച്ചൺ ഗാർഡനാണ് കേട്ടോ. നല്ല നമ്മുടെ കേരളത്തിലെ എല്ലാ സംഭവങ്ങളും അവർ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സൂപ്പർ ഗാർഡൻ. ഇത് ബുള്ളറ്റാട്ടോ, റീസ്റ്റോർ ചെയ്ത ഒരു ബുള്ളറ്റാണ്. അത് 34,000 കിലോമീറ്റേഴ്സ് മാത്രമേ ഓടിയിട്ടുള്ളൂ. നമ്മുടെ അളിയൻ്റെ ബൈക്കാട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഇവരുടെ ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പം നമുക്കത് കാണാം. ഫ്രണ്ടിൽ റെസ്റ്റോറൻറ്റും ബാക്കിൽ വീടും. അപ്പോൾ നമുക്ക് അപ്പുറത്ത് പോയിട്ട്, ഈ അളിയൻ്റെ ആട്ടോ റെസ്റ്റോറൻറ്റ്, അപ്പോൾ അപ്പുറത്ത് പോയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് കാണാം. അതുപോലെ തന്നെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ റോഡ് ഉണ്ട്. ഇതാണ് അവരുടെ മെയിൻ റോഡ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് തൊട്ട് ഇപ്പുറത്തുണ്ട്. അപ്പുറത്തെ ബിൽഡിങ്ങിലായിരുന്നു റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ഇത് പുതുതായിട്ട് ചെയ്ത റെസ്റ്റോറൻറ്റാണ്. അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ നമ്മളവിടെ പോയി ഫുഡ് കഴിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അത്യാവശ്യം ദാൻപുരി എന്നാണ് ഈ സ്ഥലത്തിനെ പറയുന്നത്. ഈ സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ജൽസ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. കമോൺ ഇവിക, കമോൺ, വാ വായോ നെഗി.
അപ്പോൾ നമ്മൾ ഹോട്ടലിലെല്ലാം കണ്ടിട്ട് പുറത്തോട്ടല്ല അകത്തോട്ട് വരുവാണ്, വീട്ടിലോട്ട് വരുവാട്ടോ. അപ്പോൾ ചട്ടികളിലൊക്കെ വീണ്ടും മനോഹരമായിട്ടുള്ള ചെടികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവർ ഗാർഡനും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് പോയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകൾ, അതായത് റോഡരികിലൊക്കെ ഇതുപോലെ കുറേ കുരങ്ങുകളൊക്കെ കാണാൻ സാധിക്കും. വനപ്രദേശമൊക്കെ കൂടുതലുള്ളൊരു ഏരിയയാണ്, അതുകൊണ്ടാണ് ആളുകൾ കുറവും ഭൂപ്രകൃതി കൂടുതലും. അതായത് നമ്മുടെ കേരളത്തിൽ നമുക്ക് സ്ഥലം കുറവാണ്, ആളുകൾ കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, റോട്ടിലൊക്കെ കണ്ടോ, വളരെ വിചിത്രമായിട്ടുള്ള കാഴ്ചയാണ്. പശുക്കളൊക്കെ ഇങ്ങനെ കിടക്കണ്ടോ, കാളകളൊക്കെ ഇങ്ങനെ റോട്ടിൽ, അവർക്ക് പേടിയില്ലട്ടോ, അവരുടെയാണ് റോഡ് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കിടക്കാണ്. ആളുകൾ റോഡിൽ ഹോണൊക്കെ അടിക്കും, എങ്കിലും അവർ മാറത്തില്ല. പിന്നെ ആരെങ്കിലൊക്കെ കയറി ഒരു വടിയൊക്കെ എടുത്തുനിന്ന് പേടിപ്പിക്കണം, എങ്കിലാണ് ഇവർ മാറത്തുള്ളൂ. ആരും ഒന്നും ചെയ്യത്തില്ല, അതാണ് ഇവരിങ്ങനെ ധൈര്യമായിട്ട് റോട്ടിലേക്ക്. അതായത് 1-2 അല്ല കേട്ടോ, ഒത്തിരി പശുക്കൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാണാം. നമ്മൾ ഇവിടെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒന്ന് കറങ്ങണം. 2 ദിവസമുള്ളൂ ഞങ്ങൾ, മാക്സിമം നമുക്കൊന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്കത് കൂടുതൽ വിശദമായിട്ട് കാണിക്കാം. എങ്കിലും ചെറിയൊരു ഭാഗം ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. കണ്ടോ, കുരങ്ങളൊക്കെയും ഇവിടെയുണ്ട്, അവരൊന്നും ചെയ്യത്തില്ല. ആളുകളിങ്ങനെ ഭക്ഷണം കൊടുക്കും, അതുകൊണ്ടാണ് ഇവരിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നത്. മാനയ്ക്കും കാണാമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നല്ല കൊഴുത്ത് മുഴുത്ത പശുക്കള്, കാളകള്, പിന്നെ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കാണുവാണെങ്കിൽ എന്തായാലും ക്യാമറയിൽ പകർത്തി നിങ്ങളെയും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അടിപൊളി സ്ഥലമാണ്, കണ്ടോ, നല്ല പച്ചപ്പും. നമ്മൾ പണ്ടൊക്കെ ഊട്ടിക്കും പോകില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രഷ് എയർ ആണ്, കാരണം ഇതുപോലെ മരങ്ങളാണല്ലോ മൊത്തം. ഫ്രഷ് എയർ, നല്ല ആളുകൾ, മനോഹരമായ പ്രകൃതി ഭംഗി. ഞങ്ങൾ യാത്രയിൽ ഒരു ചെറിയൊരു കോഫി ഹൗസിൽ പോയിട്ട് ചായ കുടിച്ചിട്ടോ. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണ് പഴയ കാലത്തെ കലങ്ങളും പാത്രങ്ങളും അങ്ങനെ കുറേ സ്ഥാനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോഫി ഹൗസിൽ നല്ല മനോഹരമാണ്, കാരണം ഒരു പൊക്കത്തുള്ളൊരു സ്ഥലത്താണ് ഈ കോഫി ഹൗസ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോർണറിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ, അല്ല കാണാൻ പറ്റിയ ഒരു സീനറി. ഈ റെസ്റ്റോറൻറ്റ്, ഈ ഹോട്ടലിൻ്റെ ബാക്കിലുള്ള സ്ഥലം, ഹോട്ടൽ ചെറിയൊരു കോഫി ഹൗസ്. ഇത് പണ്ട് കാലത്ത് നിലം ഒഴുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാട്ടെ. അതായത് കാളയെ കൂട്ടിയിട്ട് ഇങ്ങനെ ഉഴുവും, മണ്ണൊക്കെ ഇങ്ങനെ മറച്ചിടാൻ വേണ്ടി കൃഷി സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സാധനം. ഇതാണ് ഞാൻ പറഞ്ഞ ബാക്ക്. ഈ കോഫി ഹൗസിൻ്റെ ബാക്കാണ് ഈ കാണുന്നത്. കണ്ടോ, എത്ര മനോഹരമാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലം. അങ്ങ് അകലെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന തടാകമൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്തൊക്കെ ഫ്രൂട്ട്സ്, ഡേൽ എന്നാണ് ഈ ഫ്രൂട്ടിന് പറയുന്നതെന്ന് പറഞ്ഞത്. അങ്ങ് കണ്ട വെള്ളം, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. നമുക്ക് ക്യാമറയിൽ അത്ര ഭംഗിയൊന്നും തോന്നുന്നില്ല എങ്കിലും, പക്ഷേ ലൈവായിട്ട് ഭയങ്കര മനോഹരമായിട്ടൊരു സ്ഥലം. നല്ല പച്ചപ്പും ഒരു ചെറിയ തണുപ്പും അതുപോലെയുള്ളൊരു സ്ഥലം. എന്തായാലും സൂപ്പറാണ്. എന്നെ സംബന്ധിച്ച് എക്സൈറ്റ്മെൻ്റ് ആണ്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ട് എല്ലാം എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നി. ഇവിടെ ഉള്ളവർക്കത് അത്ര വലിയ, അവരെന്നും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ.